Hello, welcome to my channel Homemade. ഹലോ, ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് പാഷൻ ഫ്രൂട്ട് കൊണ്ടുള്ള ഒരു ചമ്മന്തിയാണ്. ഇപ്പം മിക്ക വീടുകളിലും പാഷൻ ഫ്രൂട്ട് ഉണ്ട്. ഇപ്പം അതിൻ്റെ സീസണാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്കിനി മുളകും ഉള്ളിയെല്ലാം വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു 5 വറ്റൽമുളകും 5-6 ചുവന്നുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം വെളുത്തുള്ളി, വേപ്പില, പിന്നെ ഒരു അരമുറി തേങ്ങ ഇത്ര എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ആദ്യം വറ്റൽമുളകും ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്കൊന്ന് എണ്ണയിൽ ചൂടാക്കിയെടുക്കാം. ഇനി മുളക് കൂടുതൽ മൂക്കണം എന്നുള്ളവരാണെങ്കിൽ ആദ്യം വറ്റൽമുളക് ഒന്ന് മൂപ്പിച്ചിട്ട് കുറച്ച് മൂത്ത് തുടങ്ങുമ്പോഴേക്കും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഒത്തിരി മുളക് മൂക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇങ്ങനെ ഒരുമിച്ച് ഇട്ട് വഴറ്റിയെടുത്താൽ മതി. മുളക് ഉള്ളിയൊക്കെ ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റാം. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഞാൻ ഒത്തിരി വറുത്തൊന്നും എടുക്കുന്നില്ല. ചെറുതായിട്ടൊന്ന് തേങ്ങ ചൂടായാൽ മതി. തേങ്ങയും ചൂടാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഈ ഒരു പരുവത്തിന് എടുത്താൽ മതിയാവും. ഇനി നമുക്ക് വേണ്ടത് പാഷൻ ഫ്രൂട്ടാണ്. അത് 2 എണ്ണം ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണത്തിൻ്റെ തൊലി ഞാൻ വലുതായിട്ട് മുറിച്ച് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. 2 എണ്ണത്തിൻ്റെ തൊലി വേണമെങ്കിൽ എടുക്കുക, അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഞാൻ ഒരെണ്ണത്തിൻ്റെ മാത്രമേ തൊലി എടുത്തിട്ടുള്ളൂ. ഒത്തിരി പഴുക്കാത്ത പഴുത്ത് തുടങ്ങുന്ന പാഷൻ ഫ്രൂട്ട് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന മുളക്, പിന്നെ ഉള്ളി, വേപ്പില, തേങ്ങ ഇതെല്ലാം വേണം. ആദ്യം നമുക്ക് മുളകും ഈ പാഷൻ ഫ്രൂട്ടും കൂടെ ഒരുമിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം, അല്ലെങ്കിൽ നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. അപ്പോൾ ആദ്യം നമുക്ക് മുളകും പാഷൻ ഫ്രൂട്ടും കൂടെ അരച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താലും മതി. അതിൻ്റെ കുരു അപ്പോൾ കടിക്കും, ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടും. കുരു അങ്ങനെ കടിക്കുന്ന ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ കുറച്ച് കുരു ഇങ്ങനെ കടിക്കും. ഇനി ബാക്കി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളിയും വേപ്പിലയും തേങ്ങയും എല്ലാം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. അവസാനമായിട്ട് 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ട് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ.